10th പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ജിയോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ്? അത് ചമ്പൽ നദിയിലാണ്. ചമ്പൽ നദി. കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലിയുടെ തീരത്താണ്. കൊൽക്കത്ത നദി ഹൂഗ്ലിയുടെ തീരത്താണ്. ഒലിവർ റെഡ്ഡി കടലാമകളുടെ സംരക്ഷണ കേന്ദ്രവും മഹാനദിയുടെ കൈവഴിയുമായ നദി ഏതാണ്? ദേവി നദിയാണ്. ദേവി നദി. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏതാണ്? അത് ഷിയോനാഥ് ആണ്. ഷിയോനാഥ്. സംസ്കൃതത്തിൽ ലവണഭാരതി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ലൂണി നദി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ലൂണി നദി. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യതുല്യ പദവി നേടുന്ന നദികളാണ് ഗംഗയും യമുനയുമാണ്. ഇപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മപുത്രയാണ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും ആണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയും നർമ്മദ, താപ്തി. ഒഡീഷയിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ടിൻ്റെ പേര് എന്താണ്? അത് ഹിരാക്കുഡ് അണക്കെട്ടാണ്. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി നദി. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? സൂറത്താണ്. പ്രസിദ്ധമായ ധുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ധുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കാവേരി നദിയിലുള്ള ഗ്രാൻഡ് അണക്കെട്ടിൻ്റെ പഴയ പേരെന്താണ്? കല്ലണ അഥവാ കല്ലണൈ. ഇനി അടുത്തത്, ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഏത് ഹിമാനിയിൽ നിന്നാണ്? ചെമയോങ്ദൂങ് ഹിമാനിയാണ്. ചെമയോങ്ദൂങ് ഹിമാനിയിൽ നിന്നാണ്. ഏത് സമുദ്രമാണ് ബ്രഹ്മപുത്രയുടെ ഒരു പതനസ്ഥാനം? ബംഗാൾ ഉൾക്കടലാണ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ. ഉത്തരാഖണ്ഡിൻ്റെ ഗഡ്വാൾ കുന്നുകളിലെ ഒരു ഗൾസെയിൻ പട്ടണത്തിനടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറിയ നദിയാണ് രാംഗംഗ. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗണ്ഡക്. നാരായണി, ഗണ്ഡക്. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയുടെ ദേശീയ നദി, ഇതൊക്കെ പറയുന്നത് എന്താണ്? ഗംഗാ നദിയാണ്. അടുത്ത ചോദ്യമായി പറയുന്നത് എല്ലാ PSC ക്വസ്റ്റ്യൻ്റെ അകത്തും കാണുന്ന ജീവരേഖകളെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ജീവരേഖയാണ് ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ജീവരേഖ ഗംഗാ നദി. പാകിസ്ഥാൻ്റെ ജീവരേഖയാണ് സിന്ധു നദി. കേരളത്തിൻ്റെ ജീവരേഖയാണ് പെരിയാർ. തിരുവിതാംകൂറിൻ്റെ ജീവരേഖയാണ് പമ്പ. തമിഴ്നാടിൻ്റെ ജീവരേഖ കാവേരി. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖയാണ് ഗോദാവരി. ഗോവയുടെ ജീവരേഖയാണ് മണ്ഡോവി. മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന. മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ. സിക്കിമിൻ്റെ ജീവരേഖയാണ് ടിസ്റ്റ. അടുത്തതായി നമ്മൾ നദികളുടെ വിശേഷണങ്ങൾ നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ് വൃദ്ധഗംഗ. പഴയ ഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ്. ദക്ഷിണഗംഗ കാവേരിയാണ്. അർദ്ധഗംഗ കൃഷ്ണ നദിയാണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ നദിയാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ നദിയാണ്. അടുത്തതായി, ബ്രഹ്മപുത്ര ഉത്ഭവം മുതൽ അരുണാചൽ പ്രദേശ് വരെ അറിയപ്പെടുന്ന ഒരു പേരാണ് ഡിഹാങ്. ഡിഹാങ്. ബ്രഹ്മപുത്ര ഉദ്ഭവം മുതൽ അരുണാചൽ വരെ ഡിഹാങ്. ബ്രഹ്മപുത്ര തിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന. ഇനി അടുത്ത് നമ്മൾ ചില നദീജല കരാറുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ സിന്ധു നദീജല കരാറിലേർപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അപ്പോൾ ഈ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രത്തലവന്മാരാണ് ഒന്ന് ജവഹർലാൽ നെഹ്റുവും രണ്ടാമത്തത് മുഹമ്മദ് അയൂബ് ഖാൻ. അപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച തീയതിയാണ് 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചതാണ് ലോക ബാങ്ക്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ജലത്തിന് അവകാശമുള്ള നദികളാണ് സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശം ലഭിക്കുന്നതാണ് സിന്ധു, ജലം, ചിനാബ്. അപ്പോൾ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയുടെ ജലത്തിനവകാശം, ഇന്ത്യക്ക് ജലത്തിനവകാശമുള്ള നദികളാണ് സത്ലജ്, ബിയാസ്, രവി. അടുത്ത സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാൻ്റെ അവകാശപ്പെട്ടത് സിന്ധു, ജലം, ചിനാബ്. അപ്പോൾ സിന്ധു നദീജല കരാറിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ഉഭയകക്ഷി കമ്മീഷനാണ് പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ.
ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ഓഡിയോ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.